ഹോമിയോപ്പതി സയൻസ് ആണോ? അല്ലേ? അല്ല. അല്ലല്ല. തെളിവ് നിരത്തുക എന്നുള്ളത് സയന്റിഫിക് പ്രോസസ്. തെളിവില്ലാത്തൊരു സാധനത്തിന്റെ ക്വസ്റ്റ്യൻ ആണ് ബിലീഫ് എന്ന് പറയുന്നത്, വിശ്വാസം. ചില സമയത്ത് കോൺട്രഡിക്ടറി അല്ലേ? എന്ത്? ഇപ്പോ ഈ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു ഡൗട്ടാണ്, ഇപ്പൊ നമ്മളുടെ റോക്കറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നു, അതിനു മുന്നേ ഒരു പച്ചമുളകും ഒരു നാരങ്ങയും ഉപ്പും ഒക്കെ കെട്ടിയിട്ടാൽ ഞാനത് ഒരു സിംബോളിക്കായി ചോദിക്കാനാണ്. അത് എന്തോ ആവട്ടെ, അത് ചെയ്താൽ റോക്കറ്റിനെ കേടുപാടൊന്നും എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരത് ചെയ്യുന്നത് അവരുടെ ഒരു വാസന നമ്മൾ പറയുന്ന സിമ്പിൾ വാക്കിൽ പറഞ്ഞാൽ അവർ ജീവിച്ചു വന്ന ചുറ്റുപാടുകളിലൂടെ അവർ കണ്ടെത്തിയ ചില കാര്യങ്ങൾ. അവർ നിങ്ങൾ പച്ചമുളക് വയ്ക്കേണ്ടെന്ന് പറഞ്ഞാൽ അവർ മനസ്സിൽ വിചാരിക്കും അത്. കാരണം അവരങ്ങനെയാണ് ആ സമൂഹത്തിലൂടെ വളർന്നു വന്നിട്ടുള്ളത്. അവർക്ക് ആ പൂജ അവരുടെ മനസ്സിനെ ദേ വിൽ പുട്ട് ഇറ്റ് അറ്റ് ഈസ്. മനുഷ്യൻ അൾട്ടിമേറ്റ്ലി ഒരു സമൂഹ ജീവിയാണ്. ആ സമൂഹ ജീവിയുടെ ഒപ്പം നിന്നേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. നമുക്ക് നോക്കേണ്ട ഒരു കാര്യം, അത് നിങ്ങളെ ഹാം ചെയ്യുന്നുണ്ടോ, അത് നിങ്ങളുടെ പ്രോസസ്സുകളെ ഇല്ലാതാക്കുന്നുണ്ടോ, അത് സൊസൈറ്റിയുടെ ഹാർമണി അഫക്റ്റ് ചെയ്യുന്നുണ്ടോ, അത് സഹജീവികളുടെ ജീവിതത്തിനെ ട്രബിൾ ചെയ്യുന്നുണ്ടോ, ഇത് മാത്രം നോക്കിയാൽ മതി. അതല്ലാത്തിടത്തോളം കാര്യം മറ്റൊരു കാര്യം നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല. അത് ഒരു സ്വാതന്ത്ര്യമാണ്. പിന്നെ ഇത് സർക്കാർ ഓഫീസാണ്, ഇതിനുള്ളിൽ അത് ചെയ്യാൻ പാടില്ല. സർക്കാർ ഓഫീസിൽ മരിക്കുന്നത് മനുഷ്യന്മാരാണ്. മനുഷ്യന്മാരുടെയും അവരുടെ മനസ്സിൻ്റെയും അവരുടെ ചിന്തകളുടെയും അവരുടെ മോട്ടിവേഷനും എല്ലാം കൂടെ ചേർന്നാണ് ആ സാധനം നടക്കുന്നതല്ല. അല്ലാതെ അവർ യന്ത്രങ്ങളായിട്ടല്ല. സർക്കാർ ഗൈറ്റ് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾ യന്ത്രങ്ങളെ പോലെ പെരുമാറണമെന്നൊന്നും ആരോടും പറയാനാവില്ല. അവരുടെ റൂമിൽ ചിലപ്പോൾ അവർ വിഗ്രഹങ്ങളോ ദേവികളോ ഓമുകളോ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവാം. അതിനൊന്നും അൺഡു ചെയ്യാൻ നമ്മളെ കൊണ്ടാവില്ല. അത് അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അതിനെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ആകെ ചെയ്യാവുന്ന കാര്യം. അത് ആകെ ചെയ്യേണ്ടത് മറ്റു ജീവികൾക്കും മറ്റു ആളുകൾക്കും അത് ക്വസ്റ്റ്യൻ ആവുന്നുണ്ടോ, അത് ആ സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ ഇടപെടേണ്ടാവും. അത് കറക്റ്റ് ചെയ്യപ്പെടുകയും വേണം. അതല്ലാത്തിടത്തോളം കാലം അവൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. ഏത് തരത്തിലാണ്? അതായത് മറ്റ് വിശ്വാസങ്ങൾക്കാണോ അതോ മറ്റേ സയൻസിന് കോൺട്രഡിക്ടറി ആകുന്നുള്ളതാണോ? വിശ്വാസങ്ങൾ എപ്പോഴാണ് സയൻസിന് കോൺട്രഡിക്ടറി ആയിട്ടുള്ളത്? അതൊക്കെയാണ് തെറ്റിദ്ധാരണ. പലപ്പോഴും പറയപ്പെടുന്നത് എല്ലാത്തര വിശ്വാസങ്ങളും ഇവിടെയാണ് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നത്. അൺസയൻറ്റിഫിക് എന്നൊക്കെ നിങ്ങൾ പറയാൻ മാത്രം നിങ്ങളൊന്നും ആയിട്ടൊന്നുമില്ല. ഓക്കെ, അവിടെയാണ് നമ്മളെ ഹ്യൂമിലിറ്റിയും കൂടെ ഒപ്പം കൊണ്ടുവരേണ്ടത് എന്നെനിക്ക് തോന്നുന്നു. സയൻറ്റിഫിക്കിന് ഒരു പ്രോസസ്സുണ്ട്. എന്താണ് പ്രോസസ്സ്? സയൻറ്റിഫിക് പ്രോസസ്സ് പ്രൂഫ് ബേസ്ഡ് ആണ്. എല്ലാ സയൻറ്റിഫിക് പ്രോസസ്സുകൾക്കും തെളിവ് വേണം. അപ്പോൾ തെളിവ് നിരത്തുക എന്നുള്ളത് സയൻറ്റിഫിക് പ്രോസസ്സാണ്. തെളിവില്ലാത്തൊരു സാധനത്തിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ബിലീഫ് എന്ന് പറയുന്നത്, വിശ്വാസം. അപ്പോൾ ആ വിശ്വാസത്തിന് തെളിവിൻ്റെ ആവശ്യമില്ല. അത് ഒരാൾ പറയുകയാണ് ഇതാണത്, ശരി, നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുന്നു, നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുന്നു. ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു വിശ്വാസിയല്ല എന്ന്. അപ്പോൾ ഞാൻ ആര് പറഞ്ഞതും വിശ്വസിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു എൻക്വയറി ചെയ്യുന്ന ഒരാളാണ്, അന്വേഷിക്കാനും കണ്ടുപിടിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതിനെ ഞാൻ നെഗേറ്റ് ചെയ്യുന്നില്ല. ഞാൻ ഈ പറയുന്ന പ്രോസസ്സുകൾ, ഇപ്പോൾ ഈ അമ്പലത്തിൽ പോകുന്നത് കൊണ്ട് എന്തെങ്കിലും നേടുന്നു എന്നുള്ള ആ കൺസെപ്റ്റ് ഞാൻ നെഗേറ്റ് ചെയ്യുന്നില്ല. ഞാനത് കണ്ടുപിടിക്കാം. കാരണം എനിക്ക് ആകെ പറയാവുന്നൊരു ക്വാളിറ്റി ഉള്ളൂ, എനിക്കറിയില്ല. ഓക്കെ, എനിക്ക് ആകെ പറയാവുന്ന, അവിടെ ചെന്ന് ഒരുപാട് പേര് പോകുന്നുണ്ട്, ദേ ആർ ഗോയിങ് ദെയർ, ദേ തിങ്ക് ദെയർ ഇസ് എ പവർ. ഐ ഹാവ് നോട്ട് സീൻ എനി പവർ ടിൽ ഡേറ്റ്. ഓക്കെ, ഞാൻ എന്തെങ്കിലും ആവശ്യപ്പെട്ടപ്പോൾ എനിക്ക് തന്നതായിട്ട് ഇതുവരെ എനിക്കറിയില്ല. ഞാനിതുവരെ ദൈവത്തെ കണ്ടിട്ടുമില്ല. ഓക്കെ, അതുകൊണ്ട് ഞാനതില്ല എന്ന് പറയാനൊന്നും ആളല്ല ഞാൻ. എനിക്കാകെ പറയാവുന്ന എനിക്കറിയില്ല. സോ ടുഡേ ഐ ക്യാൻ ഓൺലി സേ എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ കണ്ടെത്താൻ ശ്രമിക്കുന്നു. എത്രയേ ഉള്ളൂ. ആയിക്കോട്ടെ, ഹ്യൂമിലിറ്റി ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ. പക്ഷേ ഞാനത് ഫാക്റ്റാണ് പറയുന്നത്. കാരണം ഒരുപാട് കാര്യങ്ങൾ അറിയില്ലാത്തതുകൊണ്ട്. ഫോർ എക്സാമ്പിൾ, നമുക്കറിയാം ജ്യോത്സ്യം. ഓക്കെ, നിങ്ങൾ പറയും തച്ചുശാസ്ത്രം, ലക്ഷണശാസ്ത്രം, ഹസ്തരേഖ. ശരിയാണോ? എനിക്കറിയില്ല എന്ന് പറയുന്നതല്ല ശരി. അത് തെറ്റാണ് എന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ കറക്റ്റ് എനിക്ക് തോന്നുന്നത് എനിക്കറിയില്ല എന്ന് പറയുന്നതായിരിക്കും. അങ്ങനെയാണ്. കാരണം ചിലതൊക്കെ നമ്മളത് പ്രൂവ് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. അത് സയൻസിന്റെ ഉത്തരവാദിത്തമില്ല. അത് പ്രൂവ് ചെയ്യുക എന്നുള്ളത് ആ തച്ചുശാസ്ത്രമാണെങ്കിൽ തച്ചുശാസ്ത്രം അത് അവര് പേപ്പർ പബ്ലിഷ് ചെയ്യും. ശാസ്ത്രം എന്നുള്ള വാക്കിനെ മിസ്യൂസ് ചെയ്യുന്നുണ്ട് അത് സംഭവിക്കുന്നത്. അവർ ആ ശാസ്ത്രവും ഈ ശാസ്ത്രവും സയൻസും ആയിട്ട് ബന്ധപ്പെടുത്തണ്ട. അത് ശാസ്ത്രം എന്നുള്ളൊരു യൂസേജ് ആണ് പഴയ കാലത്തുണ്ടായിരുന്നത്. ഇപ്പം ആയുർവേദ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ആയുർവേദത്തിന് പ്രൂഫ് എവിടെയെങ്കിലും ഉണ്ടോ? ഹോമിയോപ്പതിക്ക് എവിടെയെങ്കിലും പ്രൂഫ് ഉണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഡിഗ്രി കൊടുക്കുന്ന രണ്ട് കോഴ്സുകളാണ് ആയുർവേദവും ഹോമിയോപ്പതിയും. എവിടെ പ്രൂഫ്? ഒരു പ്രൂഫും ഇല്ല. ആളുകൾക്ക് പറഞ്ഞറിവ് മാത്രമേ ഉള്ളൂ. എക്സ്പീരിയൻഷ്യലാണ്. അപ്പോൾ നമുക്ക് ആകെ ചെയ്യാവുന്നത് എക്സ്പീരിയൻഷ്യലി ആയിട്ടുള്ള സാധനത്തെ പ്രൂഫ് എന്ന് പറഞ്ഞുകൂടാ. സയൻറ്റിഫിക്കലി പ്രൂഫല്ല. എനിക്ക് എക്സ്പീരിയൻസ്ഡ് ഉണ്ട്. ഓക്കെ, ഫോർ മീ ഇറ്റ് വർക്ക്ഡ്.
അങ്ങനെയുള്ള സാധനത്തെ ഇറ്റ് നീ നോട്ട് വർക്ക് ഫോർ യു. സാർ അതിനൊരു കോസ്റ്റ് ഇല്ല സാർ. അതായത് ഇപ്പം എനിക്കൊരു അസുഖം വന്നു, അപ്പം ഹോമിയോപ്പതി ഞാനിപ്പോ അഡോപ്റ്റ് ചെയ്യാണ്. അപ്പം അതിന് എനിക്ക് മുമ്പിൽ ഇപ്പൊ ഒരു വിശ്വാസം മാത്രം മതിയായി പോരല്ലോ. അതിനകത്ത് ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയൂ. ഹോമിയോപ്പതി സയൻസ് ആണോ? അല്ലേ? അല്ലല്ല. അല്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അത് വിശ്വാസത്തെ ബേസ് ചെയ്താണ്. ആയുർവേദം സയൻസ് ആണോ? അല്ലേ? അല്ല എന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത്. അങ്ങനെ ആയിക്കോട്ടെ, എനിക്കതിന് യാതൊരു കോൺട്രഡിക്ഷനും ഇല്ല. പക്ഷെ ആണ് എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതൊരു പ്രൂവ് ചെയ്യണ്ടേ? അത് അവരുടെ പ്രോബ്ലം, എന്റെ പ്രോബ്ലം അല്ല. പക്ഷെ അത് ആയുർവേദം ആണെന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് അത് കൊടുക്കുകയാണ്. അതായത് നിങ്ങൾക്ക് ഹോമിയോപ്പതി ആണ്. പക്ഷേ നിങ്ങളുടെ ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് സ്വീകരിക്കാനോ സ്വീകരിക്കാതിരിക്കാനോ. ഇപ്പൊ മോഡേൺ മെഡിസിനിൽ ആണെങ്കിൽ പോലും അവരിപ്പോ ഒരു സംഭവം കൊണ്ടുവരികയാണ്. അവർക്ക് അതിനകത്തൊരു ഉത്തരവാദിത്തമില്ല. അവര് നമ്മുടെ മുമ്പിൽ അല്ല. മോഡേൺ മെഡിസിനിൽ ദർ ഇസ് എ സയന്റിഫിക് പ്രോസസ്സ്. ഇപ്പോൾ ഒരു മെഡിസിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സയന്റിഫിക് പ്രോസസ്സ് ഉണ്ട്. അതിൽ ടെസ്റ്റ് ചെയ്യുന്നതും കൺട്രോൾഡ് എക്സ്പെരിമെൻറ്റുകൾ, കൺട്രോൾഡ് എക്സ്പെരിമെൻ്റ് അല്ലാത്തവർ, അതിൻ്റെ എഫിക്കസി സ്റ്റഡി, അതിനുള്ള എത്രമാത്രം അല്ല എന്നുള്ളൊരു ഫുള്ളി ഡോക്യുമെൻറ്റഡ് ആണ് ഒരു മെഡിസിൻ തരുന്നത്. ഒരു പ്രോസസ്സ് മോഡേൺ മെഡിസിനിൽ പ്രൂവ്ഡ് ആണ്. പക്ഷേ ആയുർവേദത്തിൽ പ്രൂവ്ഡ് അല്ല. അവർ ചെയ്യേണ്ടത് ഈ എഫിക്കസി സ്റ്റഡി, കൺട്രോൾഡ് എക്സ്പെരിമെൻറ്റുകൾ ആയുർവേദത്തിൽ ചെയ്ത് ഇപ്പോൾ ഇന്ന മരുന്നുകൾ ഇന്ന ഇലകൾക്ക് എനിക്ക് യാതൊരു സംശയമില്ല അതുകൊണ്ട് എന്തെങ്കിലും മെഡിക്കൽ പ്രോബ്ലം ഗുണം ഇല്ല എന്നുള്ളത് യാതൊരു സംശയമില്ല. പക്ഷേ കൺട്രോൾഡ് എക്സ്പെരിമെൻറ്റ് നടത്താത്ത ഒരു സാധനമാണ്. പക്ഷെ അതുകൊണ്ട് ആയുർവേദം തെറ്റാണ് എന്ന് പറയാൻ എനിക്കാവില്ല. കാരണം സയൻറ്റിഫിക്കലി പ്രൂവൺ അല്ല ആയുർവേദം, പക്ഷേ എക്സ്പീരിയൻഷ്യലി പ്രൂവൺ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ നേരത്തെ പറഞ്ഞ് നമ്മൾ ഇതിലേക്ക് പോകണ്ട, നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യത്തിലേക്ക് തന്നെ വരിക. സ്പിരിച്വാലിറ്റിയും സയൻറ്റിഫിക്കിനെ കൂടി പറഞ്ഞു. അപ്പോൾ സ്പിരിച്വാലിറ്റി അതുപോലത്തെ ഒരു സാധനമാണ്, എക്സ്പീരിയൻഷ്യലി അറിയേണ്ട ഒരു സാധനമാണ്. അത് വ്യക്തിയാധിഷ്ഠിതമാണ്, അത് സമൂഹാധിഷ്ഠിതമല്ല. ഇവിടെയാണ് നമ്മൾ സ്പിരിച്വാലിറ്റിയെയും സയൻസിനെയും എവിടെയൊക്കെ സ്പിരിച്വാലിറ്റി സാമൂഹ്യാടിസ്ഥാനത്തിലാവുമ്പോൾ അവിടെയൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്ന് ഞാൻ മിസ്റ്റിക്കൽ എലിമെന്റ് അതിലില്ലേ സർ? ബിക്കോസ് ഇഫ് യു മിസ്റ്റിക്കൽ എലിമെന്റ് എസെൻഷ്യൽ ആണ്. മോഡേൺ ഇപ്പൊ എസ്പെഷ്യലി ന്യൂ പിന്നെ ഫിസിക്സിന്റെ ഇപ്പൊ പിന്നെ ക്ലാസിക്കൽ തിയറി അല്ലാത്ത ഫിസിക്സിന്റെ ഇഫ് യു ആക്ച്വലി ലുക്ക് അറ്റ് ദാറ്റ് ദേ ഓൾവേസ് ഡ്രോ പാരലൽ ടു ദി ഇപ്പൊ ഫ്രിജിത്ത് ഓഫ് കാപ്രയുടെ ഒരു ബുക്ക് തന്നെയുണ്ട് താവോ ഓഫ് ഫിസിക്സ്. യു ആക്ച്വലി ഡ്രോ പാരലൽ ടു യു നോ ദി ഏൻഷ്യൻ വേദിക് സിസ്റ്റംസ് ആൻഡ് സേ ഓക്കെ there is ഇപ്പം മറ്റേ you have a lot of parallels draw ചെയ്യുന്നുണ്ട് തിയറിറ്റിക്കലി വൈസ്. ഒരു ഈ അടുത്ത അധിക കാലമായിട്ടില്ല, about 100 years ലെസ്സേ ഉള്ളൂ, there was a great mathematician Srinivas Ramanujan who claimed that mathematical formulas were told to him by നാമഗിരി ദേവി തായാർ. അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ വന്ന് അതിനുള്ള സീഡ്സ് ഇട്ട് കൊടുത്തുകൊണ്ടിരുന്നു, ഫേമസ്ലി ഹി സെഡ്. അപ്പൊ ഇതിനെ ഇപ്പോഴുള്ള സയന്റിസ്റ്റുകൾ എങ്ങനെയാണ് അത് അല്ല എന്ന് പറയാൻ ക്വാളിഫൈ ആയിട്ടുള്ള? അതിനൊരു സയന്റിഫിക് ഒരു ഔട്ട്ലുക്ക് വേണമെന്നില്ല. അവിടെയാണ് നമ്മൾ വ്യത്യാസം വരേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, വ്യക്തിയാധിഷ്ഠിത എക്സ്പീരിയൻസുകൾക്ക് ചോദ്യം ചെയ്യപ്പെടാൻ യാതൊരു സയൻസിന് മിസ്റ്റസിസിൽ റോളില്ല. പക്ഷേ ഇല്ല, കാരണം ആ എക്സ്പീരിയൻസുകളൊക്കെ വ്യക്തിയാധിഷ്ഠിതമാണ്. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് ഞാൻ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും പറ്റില്ല. അത് ഓരോരുത്തരുടെ സ്വന്തം ലെവലിൽ മാത്രം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് പ്രിസൈസ്ലി ഒരു വ്യക്തിയാധിഷ്ഠിതമായ എക്സ്പീരിയൻസ് ആണ്. I don't believe in anything. Okay, I want to again use the word belief. I don't believe in anything. I inquire and try to find out. എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഇപ്പോൾ അതാണ്. അതായത് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് എൻ്റെ മാത്രം ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് യാതൊരു റോളും അതിനകത്തില്ല. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എവിടെ പോകുന്നു, ഞാൻ എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നു, ഞാൻ എന്തറിയാൻ ശ്രമിക്കുന്നു എന്നുള്ളത് എനിക്ക് മാത്രമുള്ളതാണ്. അത് എന്നോട് ഞാൻ പറയാം. അവിടെയാണ് എനിക്ക് ഒരുപാട് പറയാനുണ്ട് അതിനകത്ത്. ആക്ച്വലി ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് പറയാനുള്ളത്. ഒന്ന്, നിങ്ങൾക്കറിയാം, വലിയ സ്വാമിമാർ വന്നിട്ടുണ്ട്, ശ്രീബുദ്ധൻ വന്നിട്ടുണ്ട് ഇല്ലേ? ശ്രീബുദ്ധൻ നമുക്കറിയാം, ശ്രീബുദ്ധൻ ഇതുപോലെ ഒരു എൻലൈറ്റൻഡ് ആയിട്ടുള്ള ഒരാളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനാവില്ല. ശ്രീബുദ്ധൻ എത്രമാത്രം എൻലൈറ്റൻഡ് ആയിരുന്നു. എന്നാൽ ശ്രീബുദ്ധന് എന്തുണ്ടാക്കാൻ കഴിഞ്ഞു? അദ്ദേഹം ഉണ്ടാക്കിയത് വീണ്ടും ഒരു ട്രഡീഷണൽ മതത്തിൽ അവസാനിച്ചു അതിപ്പോഴും. ഇപ്പോൾ ശ്രീബുദ്ധൻ അപ്പോൾ അതിനുശേഷം ഉണ്ടായിട്ടുള്ള എത്രയോ മഹത്തായ വ്യക്തികളെ കടന്നു നോക്കൂ, അവർക്ക് ആർക്കും ഈ ലോകത്തെ മാറ്റിമറിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ പറയുന്നത് അവരുടെയൊക്കെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ അതൊരു അവർക്ക് മാത്രം കിട്ടിയൊരു എക്സ്പീരിയൻസാണ്.
അതിൽ ചില ശിഷ്യന്മാരൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് ബുദ്ധൻ്റെയൊക്കെ. അവരൊക്കെ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തവരാണ്. പക്ഷേ നിങ്ങൾ പലപ്പോഴും അറിയുന്നുണ്ടാവില്ല ഈ ആ ലെവലിൽ എത്തുന്ന മനുഷ്യർക്ക് ആവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു ആഗ്രഹമാണ് എനിക്കുള്ളത്. ഞാനും ആവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. റിയലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് ഒരു കാലത്ത് എത്താൻ പറ്റും. അത് നമ്മൾ ആഗ്രഹിക്കണം, ഇൻറ്റേർണലി അത്രമാത്രം ആഗ്രഹിക്കണം. ചിലപ്പോൾ എത്താൻ പറ്റുമെങ്കിൽ ചിലപ്പോൾ എത്താൻ പറ്റുമല്ലോ, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ബട്ട് ഇറ്റ് ഈസ് പോസിബിൾ, നമുക്കുണ്ടാവും. പക്ഷെ അത് മറ്റൊരാൾക്ക് കൊടുക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ശിഷ്യന്മാരുണ്ടാക്കാനോ ലോകത്തെ മാറ്റിമറിക്കാനോ ഒന്നും സംഭവിക്കില്ല. മാറ്റിമറിക്കാൻ ശ്രമിച്ചവരെല്ലാം പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. ശ്രീരാമകൃഷ്ണ പരമഹംസൻ വിവാഹത്തിന് ശേഷം പിന്നെ അവരൊക്കെ എവിടെ പോയി? ഇനി വരുന്ന എത്രയോ സ്വാമിമാർ വന്നിട്ട് യേശുക്രിസ്തു വന്നിട്ട് യേശുക്രിസ്തു ചെയ്ത് പറഞ്ഞ് എവിടെ പോയി? ഉണ്ടെങ്കിൽ പരാജയമെന്നല്ല ഞാൻ പറയുന്നത്, അതിൻ്റെ ഒരു തുടർച്ച നിലനിർത്താനൊന്നും ആവില്ല. കാരണം അത് പഠിപ്പിക്കപ്പെടാൻ കഴിയുന്നൊരു വഴിയല്ല. ഒരു വഴി കണ്ടുപിടിച്ചോണം, അത് പിന്നീട് വരുന്ന ആളുകൾ സ്വായത്തമാക്കേണ്ട ഒന്നാണ്. അതുകൊണ്ട് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് അതാണെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. പക്ഷേ നമ്മൾ ഈ കാണുന്ന ചുറ്റുമുള്ള ആരാധനാലയങ്ങൾ, റിച്വൽസ്, വിഗ്രഹാരാധനകൾ, സംഗീതം, ഇതൊക്കെ ഇതിലേക്കുള്ള പല പല തലങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതൊന്നും തെറ്റല്ല, ഇതൊക്കെ മനുഷ്യന് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എല്ലാ മനുഷ്യരും ഒരേപോലെ ചിന്തിക്കുന്നവരല്ല. ചിന്ത ലെവലിലെത്തുന്നത് പല പല തലങ്ങളിലൂടെയാണ്. അത് പലപ്പോഴും അറിയാമോ, ഇത് കുറേ കൂടെ ഉയർന്ന തലത്തിലാകുമ്പോൾ ഇതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് ആവില്ല. റിച്വൽസ് ഇമ്പോർട്ടൻ്റ് ആവില്ല, വർഷിപ്പ് ഇമ്പോർട്ടൻ്റ് ആവില്ല, ഐഡിയോൾസ് ഇമ്പോർട്ടൻ്റ് ആവില്ല. ഇതൊക്കെ അല്ലാതെ ആകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തണം. പക്ഷേ ഇതിലേക്കൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മളതിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഒരു വസ്തുവാണെന്നുള്ള ആ അറിവോടുകൂടി അതിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കടന്നു പോകാൻ പറ്റും. ഒരു വ്യക്തിയും അതിനകത്തൂടെ കടന്നു പോവുകയും ഇതിൻ്റെയൊക്കെ അപ്പുറത്തുള്ള ലെവലിൽ എത്തണം എന്നുമാണ് എൻ്റെ ഒരു ആഗ്രഹം. അതാണ് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം നിങ്ങൾ സഹായിക്കേണ്ടതിനാണ്. പച്ചമുളകും നാരങ്ങ വയ്ക്കുന്നതും നിങ്ങൾ ചിന്തിക്കേണ്ടത് മറ്റൊന്നാണ്, ഇതല്ല. പച്ചമുളകിനും നാരങ്ങനെക്കുറിച്ചും നിങ്ങൾ വയ്ക്കുന്നതുകൊണ്ട് ഈ വരുന്ന വസ്തു അപകടരഹിതമായിട്ട് പോകുമെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആ ചിന്തയുടെ താഴ്ന്ന നിലയിൽ നിന്ന് മാത്രമേ എനിക്ക് കാണാൻ പറ്റൂ. എനിക്കതിൻ്റെ ഉയർന്ന നിലയിലേക്ക് അതിനെ കാണാൻ പറ്റുന്നുണ്ട്. അത് അത്രയും വികാസം പ്രാപിച്ചിട്ടില്ലാത്ത മനുഷ്യരുടെ ചിന്തയിലുണ്ടാകുന്ന ഒരു കാര്യം മാത്രമാണ്. അതിനെനിക്ക് ആ രീതിയിൽ അതിനെ കാണാനും റെസ്പെക്റ്റ് ചെയ്യാനും പറ്റും. പക്ഷെ അവർ അതിൻ്റെ ഉയർന്ന നിലയിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ബഹുമാനത്തോടെ കാണും. അതിനെ ക്രിട്ടിസൈസ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല, ഒരു കാര്യമില്ല. പരിഹാസമൊന്നുമല്ല, ചിലർ പറയുന്നത് അങ്ങനെ പച്ചമുളക് വെക്കാൻ അങ്ങനെ അതിനെ ആ രീതി കാണുന്നവരുണ്ട്. അല്ലാതെ തന്നെ അതിന് പകരം വേറൊരു മതത്തിൽ ഒരു വ്യക്തിയാൽ അത് അക്സെപ്റ്റ് ചെയ്യുക, അവിടെയാണ് എഗെയിൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളുടെ തുടക്കം. എന്തുകൊണ്ട് മറ്റൊരു രീതിയെ റെസ്പെക്ട് ചെയ്യാൻ പറ്റുന്നില്ല? കാരണം അതിൻ്റെ ഈ ഈ വിശ്വാസങ്ങളാണ് നിങ്ങളെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഏതൊരു വിശ്വാസവും അപകടകരമാണ്. പുസ്തകങ്ങളിലൂടെ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളോ നിങ്ങളുടെ ഗുരുക്കന്മാർ പറയുന്നത് ഇതാണ് ശരിയായ വഴി എന്ന് പറഞ്ഞാൽ അതിനെ ബ്ലൈൻഡ് ഫെയ്ത്ത്ഫുള്ളായിട്ട് നിങ്ങളുടെ ചിന്തയില്ലാതെ അക്സെപ്റ്റ് ചെയ്യുന്ന ആ നിമിഷത്തിൽ നിങ്ങൾ ട്രാപ്പിലാവുകയാണ്. അത് എവിടുന്നായാലും അതാണ് നമ്മുടെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പമെന്ന്. സ്വന്തം ചിന്തിക്കാനുള്ള കഴിവുണ്ടല്ലോ, നിങ്ങൾക്കെല്ലാം തന്നിട്ടുണ്ടല്ലോ. ആലോചിച്ച് നോക്കുക, എന്തിനെക്കുറിച്ചിട്ടാണ് നിങ്ങൾ ഈ കിടന്ന് അനാവശ്യമായിട്ട് വേവലാതിപ്പെടുന്നത്? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. ഇന്ന് സയൻസ് ആ ലെവലിൽ എത്തിയിട്ടില്ല, ചിലപ്പോൾ നാളെ എത്തിയേക്കും. സയൻസിന് അങ്ങനെ ഉത്തരം പറയുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞതെല്ലാം ഞാൻ മാറ്റാൻ റെഡിയാണ്.